നടി ശ്വേതാ മേനോനെതിരായ ആ ഒരു പരാതി അത് വിഡ്ഢിത്തവും ദുരുദ്ദേശപരവുമെന്ന് നടൻ ദേവൻ 24-നോട് പരാതിക്ക് പിന്നിൽ അമ്മ സംഘടനയിലെ ആരുമല്ല, സംഘടനയിലെ ഒരംഗവും ചെയ്യാത്ത പ്രവൃത്തിയാണിതെന്നും ദേവൻ പറഞ്ഞു. പരാതി തന്നെ ഒരു നോൺസെൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരിക്കലും അത് ഇറ്റ്സ് എ ബിഗ് നോൺസെൻസ് എന്നാണ് ഞാൻ പറയുന്നത്. വളരെ വേദനയുണ്ട്. ആ കംപ്ലൈന്റ് എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാകും, അല്ലാതെ വേറെ ഒരു കാരണവശാലും ആരടുത്ത് ഇങ്ങനത്തെ ചെയ്യാൻ പാടില്ല. കാരണം എസ്പെഷ്യലി നമ്മൾ ആ FIRന്റെ ഡീറ്റെയിൽസ് കാണുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത്രയും ഒരു നോൺസെൻസ് ആയിട്ടുള്ള ഒരു സംഗതി ഒരു കോടതിയിലും ഇത് നിൽക്കില്ല, സ്ക്വാഷ് ചെയ്ത് പോകും. ഫസ്റ്റ് ഡേ തന്നെ ഇത് സ്ക്വാഷ് ചെയ്ത് കളയും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടും, അത് വേറെ വിഷയം. പക്ഷെ ഇത്രയും മാരകമായ ഒരു അടി ആർക്കെങ്കിലും ഏൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്രൂരത അമ്മ എന്ന സംഘടന ഒരംഗം ചെയ്യില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നിർമ്മാതാവ് സാന്ദ്ര തോമസിന് പിന്തുണയുമായി ഉമാ തോമസ് MLA. തലപ്പത്തേക്ക് പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും വരണമെന്ന് ഉമാ തോമസ് 24-നോട് പറഞ്ഞു. പുരുഷനെ എന്ന പോലെ തന്നെ സ്ത്രീക്കും ഈക്വൽ റൈറ്റ് ഉണ്ട്. എല്ലാ ഫീൽഡിലും തലപ്പത്ത് വരേണ്ടവർ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും വരേണ്ടതുണ്ട്. സ്ത്രീകളെ എന്തിനാ മാറ്റി നിർത്തുന്നത്? അവർക്ക് അവകാശമുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം തന്നെയായിരുന്നു. അത് റൈറ്റ് ആണെങ്കിൽ എന്തിനാണ് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്? എന്തിനെയാണ് ഭയക്കുന്നത്? ഇങ്ങനെ ഒരുപാട് പേര് അത് അവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പേർപ്പസ്ഫുള്ളി അത് തള്ളുമായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പർദ്ദയിട്ട് വന്നതെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഒരു സ്ത്രീയെ നയിക്കണമെങ്കിൽ അവരെത്രമാത്രം മനസ്സുകൊണ്ട് വിഷമിക്കുന്നുണ്ടാവും. നടി കുക്കു പരമേശ്വരനെതിരായ ആരോപണവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണങ്ങളിൽ മുതിർന്ന താരങ്ങൾ എതിർപ്പറിയിക്കുകയും ചെയ്തു. YS അഭിനന്ദാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. അഭിനന്ദ, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ ഒരുപാട് പ്രതികരണങ്ങൾ വരികയാണല്ലോ. അതിൽ ദേവൻ പറഞ്ഞ പ്രതികരണം ഏറെ ശ്രദ്ധേയമാണ്. ഒന്നാമത്തെ കാര്യം അത് വിഡ്ഢിത്തമാണ്. രണ്ടാമത്തെ കാര്യം ഇത് എവിടെയും നിലനിൽക്കാൻ പോകുന്നില്ല, അമ്മയിൽ നിന്നാരും ഇത് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ശ്വേതാ മേനോനെതിരെ പരാതിയിൽ ഇപ്പോൾ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ പ്രതികരണങ്ങൾ വരികയാണ്. സഹമത്സരാർത്ഥികളാണ് ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തിരിക്കുന്നത്. അമ്മ സംഘടനയിലെ ഒരു വിഭാഗം തന്നെ കെട്ടിച്ചമച്ച പരാതിയാണെന്നായിരുന്നു ശ്വേതാ മേനോൻ ഇന്നലെ വ്യക്തമാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് അമ്മ സംഘടനയിലെ ഒരു വിഭാഗം എതിർപ്പറിച്ചതിന് പിന്നാലെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ദേവൻ പ്രതികരണവുമായി എത്തിയിട്ടുള്ളത്. ദിസ് കേസ് ഇസ് എ ബിഗ് നോൺസെൻസ് എന്നായിരുന്നു ദേവൻ 24-നോട് വ്യക്തമാക്കിയത്. ഈ കേസ് ദുരുദ്ദേശപരമാണ്. FIRലെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം മൂഢമായ കാരണങ്ങളാണ് FIR ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ കളിമണ്ണ്, പാലേരി മാണിക്യം തുടങ്ങിയ സിനിമകളിലെ അഭിനയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ FIRൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ ശ്വേതാ മേനോന് മാത്രം എന്തിന് പരാതി നൽകി? അതിൻ്റെ അണിയറ പ്രവർത്തകർക്കെതിരെയും സംവിധായകനെതിരെയും ഒക്കെ പരാതി നൽകണ്ടേ എന്നും ദേവൻ ചോദിക്കുന്നു. അമ്മ സംഘടനയിലെ ആരും തന്നെ ഇതിന് പിന്നിലില്ല എന്ന് താൻ വിശ്വസിക്കുന്നുണ്ട്. തന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് അങ്ങേയറ്റം വിഷമമുണ്ടാക്കുന്നുവെന്നുമായിരുന്നു ദേവന്റെ പ്രതികരണം. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന രവീന്ദ്രന്റെ പ്രതികരണവും ഇന്ന് പുറത്തു വന്നു. കേസിന് പിന്നിൽ ഗൂഢാലോചനയാണ്. സിനിമ അഭിനേതാക്കളെ, അതായത് അമ്മ സംഘടനയിലെ അംഗങ്ങളായിട്ടുള്ള ആളുകളെ തകർത്തെറിയുവാനുള്ള ശ്രമം മാത്രമാണെന്നാണ് രവീന്ദ്രൻ വ്യക്തമാക്കിയത്. ഇതിന് ഗൂഢാലോചന ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കണമെന്നും രവീന്ദ്രൻ വ്യക്തമാക്കുന്നു. സംഘടനയിലെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 15-നാണ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വാദപ്രതിവാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ ഇന്ന് മറുപടി ആരാഞ്ഞപ്പോൾ അതൊക്കെ സംഘടനയിൽ തന്നെ തീർക്കട്ടെ എന്നും പറയുന്നു. പക്ഷേ കുക്കു പരമേശ്വരനെതിരായുള്ള മെമ്മറി കാർഡ് വിവാദത്തിൽ ഒരുപാട് പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനകത്ത് പ്രധാനമായും പ്രതികരണങ്ങൾ ആരോപണങ്ങളുമായി എത്തിയത് നടിമാരായ ഉഷ ഹസീന, പ്രിയങ്ക, ഒപ്പം തന്നെ പൊന്നമ്മ ബാബു എന്നിവരായിരുന്നു. ഇവരുടെ പരസ്യ പ്രതികരണത്തിനെതിരെ ഇപ്പോൾ എതിർപ്പ് അറിയിച്ച് മുതിർന്ന താരങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അമ്മ തലപ്പത്തുള്ളവരോട് തന്നെയാണ് മുതിർന്ന താരങ്ങൾ ഇതിനോടകം തന്നെ എതിർപ്പ് അറിയിച്ചിരിക്കുന്നത്. നടൻ മമ്മൂട്ടി അടക്കമുള്ള ആളുകളുണ്ടെന്നാണ് സൂചന. എന്തായാലും ഈ പരസ്യ പ്രതികരണങ്ങളിൽ മുതിർന്ന താരങ്ങൾ എതിർപ്പ് അറിയിച്ചതോടുകൂടി പ്രതികരണത്തിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് നിലവിൽ ഇപ്പോൾ ഇവരുടെ തീരുമാനം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ സാന്ദ്ര തോമസിന്റെ നാമനിർദ്ദേശ പത്രത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നാടക രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആ നാടക രംഗങ്ങളിൽ അത് അങ്ങേയറ്റം അത് മോശമായി പോയെന്നുള്ള പ്രതികരണം കോടതിയിലുണ്ട്. അതിന്റെ വാദം പൂർത്തിയായി, വിധി ഉടനെ വരികയും ചെയ്യാൻ പോകുന്നുണ്ട്. എന്തായാലും ഇതിലെടുത്തിരിക്കുന്ന വകുപ്പിൽ ഒന്ന് ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്നൊരു വകുപ്പാണ്. ആ വകുപ്പ് എങ്ങനെ ഇനി ആ പരാതി തന്നെ അതിനകത്ത് പറയുന്ന മൊത്തം അസഭ്യങ്ങളും വൃത്തികേടുകളുമാണ്. ആ പരാതി പ്രകാരം തന്നെ അസഭ്യങ്ങളും വൃത്തികേടും എന്ന് പറഞ്ഞ പരാതി പ്രകാരം പോലും ആ വകുപ്പ് നിൽക്കുന്നതല്ല. ആ വകുപ്പ് എങ്ങനെ ഇട്ടു ഒന്നും മനസ്സിലാവുന്നേ ഇല്ല. കോടതിയിലേക്ക് പോയാൽ ഈ പറഞ്ഞ മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നൊരു വകുപ്പുണ്ട്. മനഃപൂർവ്വം ഒരാളെ കരുവാരിത്തയക്കാനുള്ള പ്രോസിക്യൂഷൻ ദുരുപയോഗത്തെ പറ്റിയാണത് പറയുന്നത്.
അതടക്കം ഒരുപക്ഷെ പരാതിക്കാരൻ നേരിടേണ്ടി വന്നേക്കാം. ശ്വേതാ മേനോൻ കോടതിയിലേക്ക് പോകണം എന്നാണ് അറിയാൻ കഴിയുന്നത്. ഹാഷ്മി, പുരുഷനായാലും സ്ത്രീ ആയാലും കഴിവും സ്കില്ലും നൈപുണ്യവുമായിരിക്കണം മാനദണ്ഡം. അത് കഴിവില്ല എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്ത് മാറ്റി നിർത്താതെ ഇതിലൊക്കെ ഒരു പ്രൊഫഷണലിസം വരേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഞാനും തട്ടാനും കെട്ടിയോളും അതായത് ഇതൊന്നും ഈ സംഘടനകളും സ്ഥാപനങ്ങളും ഒന്നും നമ്മുടെ ഡാഡിയുടെ സ്വത്തല്ലല്ലോ. അതൊരു പൊതു സ്വഭാവമുള്ള കാര്യമല്ലേ. അപ്പോൾ അവിടെ മിനിമം പ്രൊഫഷണലിസം ഉണ്ടാവണം. പിന്നെ പിന്നെ ഓക്കെ.